എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. +1 ഏകജാലക പ്രവേശന സംവിധാനം വരെയുള്ള അലോട്ട്മെന്റ് നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിരവധി വിദ്യാർത്ഥികൾ കാത്തിരുന്ന ഒരു അലോട്ട്മെന്റാണ് +1 ട്രാൻസ്ഫർ അലോട്ട്മെന്റ്. ആർക്കൊക്കെ അപേക്ഷിക്കാം, എങ്ങനെ അപേക്ഷിക്കാം, അപേക്ഷ അപ് അപേക്ഷ അപേക്ഷ ജൂലൈ 5 മുതൽ ആരംഭിക്കും. വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ പ്രധാനമായിട്ടും നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. വിശദമായ അപ്ഡേറ്റിലേക്ക് പോകുമ്പോൾ ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ വളരെ പ്രാധാന്യമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. +1 ഏകജാലക പ്രവേശന സംവിധാനം വഴിയുള്ള അലോട്ട്മെന്റ് നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെന്റിന് ആർക്കൊക്കെ അപേക്ഷിക്കാം, എങ്ങനെ അപേക്ഷിക്കാം, അപേക്ഷ ആർക്കൊക്കെ അപേക്ഷിക്കാം, എങ്ങനെ അപേക്ഷിക്കാം, ട്രാൻസ്ഫർ അലോട്ട്മെന്റ് അപേക്ഷ ജൂലൈ 5 മുതലാണെന്നുള്ള ഓർത്തില്ല. അത് ഈ മാസം 5-ാം തീയതി മുതലാണ് അപേക്ഷ ആരംഭിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ട്രാൻസ്ഫർ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ആദ്യം തന്നെ ഞാൻ എടുത്ത് പറയാം, ഒരു 10 പേര് അപേക്ഷിച്ചാൽ 8 പേർക്കും കിട്ടുകയില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഇന്നോ നാളെയൊക്കെ ആയിട്ട് വരും. അപ്പോൾ വിത്തിൻ 2 ഡേയ്സ് അതിൻ്റെ അഡ്മിഷൻ ആയിരിക്കും. അതിന് ശേഷമാണ് ഈ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നടക്കുന്നത്. ഈ മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് കഴിയുന്നതോട് കൂടി തന്നെ, ഈ തേർഡ് അലോട്ട്മെൻറ്റ് കഴിയുന്നതോട് കൂടി തന്നെ കേരളത്തിലൊരു 80% സീറ്റുകളും ഫില്ലാകും. പിന്നെ അതുമാത്രമല്ല, ഈ മെറിറ്റ് കോട്ടയിൽ പ്രവേശനം നേടിയ ഒരു വിദ്യാർത്ഥിക്ക് മാത്രമേ ട്രാൻസ്ഫർ പറ്റുകയുള്ളൂ. മെറിറ്റ് കോട്ടയിൽ ഗവൺമെൻറ് എയ്ഡഡ് സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ, ഗവൺമെൻറ് എയ്ഡഡ് പ്രൈവറ്റ് സ്കൂളുകളിൽ ഗവൺമെൻറ് കോട്ടയിൽ പ്രവേശനം നേടിയ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് മാത്രമേ ഈ ട്രാൻസ്ഫറിനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ യോഗ്യതയുള്ളൂ. അതല്ലാതെ മാനേജ്മെൻറ്റ്, അൺഎയ്ഡഡ്, കമ്മ്യൂണിറ്റി, സ്പോർട്സ് എന്നീ കോട്ടകളിൽ പ്രവേശനം നേടിയ ഒരു വിദ്യാർത്ഥിക്കും ഈ ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ യോഗ്യരല്ല. അതായത് മെറിറ്റ് കോട്ടയിൽ പ്രവേശനം നേടിയ ഒരു വിദ്യാർത്ഥി, അത് ഒരു കണക്കിന് ആ കാര്യം നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം മറ്റു കോട്ടകൾ എന്ന് പറയുമ്പോൾ മാനേജ്മെൻറ്റ് നമ്മൾ പൈസ കൊടുത്തെടുക്കുന്നതാണ്. അപ്പോൾ അവിടെയൊന്നും ട്രാൻസ്ഫറോ കാര്യങ്ങളോ ഒന്നുമില്ല. മെറിറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഗവൺമെൻറ് സീറ്റാണ്. ഏകജാലക പ്രവേശന സംവിധാനം വഴിയാണ്. അലോട്ട്മെൻറ്റ് നടപടിക്രമങ്ങളിലൂടെ അല്ലാതെ മെറിറ്റ് കോട്ടയിൽ ഒരു പ്രവേശനം സാധ്യമല്ല. കാരണം നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ, നിങ്ങളുടെ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് നിങ്ങൾക്ക് തരുന്ന സീറ്റാണ് മെറിറ്റ് സീറ്റ്. അപ്പോൾ ആ മെറിറ്റ് സീറ്റിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് മാത്രമേ ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ യോഗ്യതയുള്ളൂ. അതുപോലെ തന്നെ 1-ാം ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചവർക്ക് ഈ ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ യോഗ്യതയില്ല. അതായത് ഇത് ഫസ്റ്റ് ട്രാൻസ്ഫർ അലോട്ട്മെൻ്റ് ആണ്. 1-ാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചവർക്ക് ഈ ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ ആർക്കൊക്കെ അപേക്ഷിക്കാമെന്നുള്ള ഇതിന് നമ്മൾ പ്രധാനമായിട്ടും അപേക്ഷിക്കാൻ പറ്റാത്തവരുടെ കാര്യമാണ് ആദ്യം. ഒന്ന്, മെറിറ്റ് കോട്ടയിൽ ഒഴികെ മറ്റേതെങ്കിലും കോട്ടയിൽ പ്രവേശനം നേടിയവർ. ഉദാഹരണം പറയുകയാണെങ്കിൽ മാനേജ്മെൻറ്റ് കോട്ട, അൺഎയ്ഡഡ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട, സ്പോർട്സ് കോട്ട, PWBD കോട്ട, അങ്ങനെയുള്ള കോട്ടകളിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് ഈ ട്രാൻസ്ഫറിനായി അപ്ലൈ ചെയ്യാൻ യോഗ്യതയില്ല. മെറിറ്റ് കോട്ട, മാനേജ്മെൻറ്റ് കോട്ട, അൺഎയ്ഡഡ് കോട്ട, പിന്നെ PWD കോട്ട, സ്പോർട്സ് കോട്ട എന്നീ കോട്ടകളിൽ, കമ്മ്യൂണിറ്റി കോട്ട എന്നിവയിൽ പ്രവേശനം നേടിയവർക്ക് ഈ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാൻ യോഗ്യരല്ല. അതുപോലെ തന്നെ 1-ാം ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചവരും ഈ ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ യോഗ്യരല്ല. 1-ാം ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചവർക്ക് ട്രാൻസ്ഫർ ഇല്ലേ എന്ന് ചോദിക്കുന്നവർക്കോടാണുള്ളത്, നിങ്ങൾക്ക് വേണ്ടി സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വിളിക്കും. നിങ്ങൾക്ക് വേണ്ടി ഒരു സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എല്ലാവർക്കും, ഇപ്പോൾ അപേക്ഷിക്കുന്നവർക്കും അപേക്ഷിക്കാം. പക്ഷേ ഈ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ 1-ാം ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഈ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ അപേക്ഷിക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടി ഒരു സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് HS ക്യാപ്പ് കോൾ ഫോർ ചെയ്യുന്നതായിരിക്കും. ആർക്കൊക്കെ അപേക്ഷിക്കാം? മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെൻറ്റുകളിലും അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെൻറ്റുകളിലും മെറിറ്റ് കോട്ടയിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. എന്നാൽ 1-ാം ഓപ്ഷൻ ആയിക്കൂടാ. 1-ാം ഓപ്ഷൻ പ്രവേശനം ലഭിച്ചവർക്കൊഴികെ മറ്റേതൊരു വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. ഇതിന് പ്രധാനമായിട്ടുള്ള കാരണം പറയുന്നത്,
നിങ്ങൾ ചിലപ്പോൾ ഒന്നാം അലോട്ട്മെൻറ്റ് കിട്ടി, അല്ലെങ്കിൽ രണ്ടാം അലോട്ട്മെൻറ്റ് കിട്ടി, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത സ്കൂളും ഇഷ്ടപ്പെടാത്ത കോഴ്സും കിട്ടി, നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ എടുത്തിരിക്കുന്നതായിരിക്കും. പക്ഷേ മൂന്നാമത്തെ അലോട്ട്മെൻറ്റിലും നിങ്ങൾക്ക് ഓപ്ഷൻ മാറിക്കാണില്ല. രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ടെമ്പററി എടുക്കാൻ പറ്റി. എന്നാൽ മൂന്നാമത്തെ അലോട്ട്മെൻറ്റോട് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്ന സീറ്റ് എന്ത് ചെയ്യണം? നിങ്ങൾ സ്ഥിരപ്പെടുത്തണം. നിങ്ങൾക്കത് ഇഷ്ടമുള്ളതായാലും ഇഷ്ടമില്ലാത്തായാലും നിങ്ങൾ സ്ഥിരപ്പെടുത്തേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മനസ്സോടെ സ്ഥിരപ്പെടുത്തിയ വിദ്യാർത്ഥികൾ ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ട്രാൻസ്ഫറിനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾക്ക് ട്രാൻസ്ഫർ പോകാം. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന സ്കൂളുകളിലേക്കും കോഴ്സുകളിലേക്കും വേക്കൻസി അടിസ്ഥാനത്തിൽ വേക്കൻസി ലിസ്റ്റ് HSCAPൻ്റെ സൈറ്റിൽ വരും. ആ വേക്കൻസിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫറിനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്നുള്ള വിവരങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. അപ്പോൾ മെറിറ്റ് കോട്ടയിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാം. പിന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് ഈ ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ സാധിക്കുമെന്നുള്ളത് സർക്കുലർ വന്നാൽ മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. അത് വന്നതിന് ശേഷമുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഇടും. എന്തായാലും അപേക്ഷ ജൂലൈ മാസം 5-ാം തീയതി മുതൽ ആരംഭിക്കും. അപ്പോൾ എങ്ങനെയാണ് അപേക്ഷിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഗൂഗിളിലോ ക്രോമിലോ കയറി hscap.kerala.go.in HSCAP എന്ന് ഗൂഗിളിലോ ക്രോമിലോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ലിങ്കില്ല. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് വന്നു കഴിയുമ്പോൾ നമ്മൾ വീഡിയോ ഇടും. അന്നേരം നിങ്ങൾ കയറി നോക്കിയാൽ മതിയാകും. അപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ്, ഡിസ്ട്രിക്റ്റ് നൽകി ലോഗിൻ എന്ന ഐക്കൺ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ആ ലോഗിൻ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് നിങ്ങൾ എങ്ങനെയാണോ അലോട്ട്മെൻറ്റ് വിവരങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രൊഫൈൽ ഓപ്പൺ ആക്കിയത് അതുപോലെ തന്നെ ഓപ്പൺ ആക്കുക. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? അപ്ലൈ ഫോർ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്ന ലിങ്ക് കാണാൻ സാധിക്കും. അപ്ലൈയിങ് ഫോർ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്ന ലിങ്ക് വരും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട സ്കൂളുകളും വേണ്ട കോഴ്സുകളും പരമാവധി 20 ഓപ്ഷൻ വരെ സെലക്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണ്ട സ്കൂളുകളും വേണ്ട കോഴ്സുകളും പരമാവധി 20 ഓപ്ഷൻ വരെയായിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം എന്നുള്ളത് 20 ഓപ്ഷൻ സെലക്ട് ചെയ്യാമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നുണ്ട്. എന്ന് വെച്ച് 20 എണ്ണവും കൊടുക്കണമെന്ന് ഞാൻ പറയില്ല. 20 എണ്ണം കൊടുക്കാമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നുണ്ടെങ്കിലും 20 എണ്ണം കൊടുക്കണമെന്ന് ഞാൻ പറയില്ല. കാരണം എന്ന് വെച്ചാൽ എന്താണ്, ഈ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നമ്മൾ ചെയ്തപ്പോൾ കൃത്യമായി ആദ്യമേ നമുക്ക് അലോട്ട്മെൻറ്റ് കൊടുക്കുമ്പോൾ എത്ര ഓപ്ഷൻ വേണമെങ്കിലും അലോട്ട്മെൻ്റ് ആയി കൊടുക്കാം. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു അവസ്ഥ വന്നത് തന്നെ. അതായത് ഈ ട്രാൻസ്ഫറിൻ്റെ ഒരു അവസ്ഥ വന്നത്. ഞാൻ എപ്പോഴും വീഡിയോ ചെയ്യുമ്പോൾ പറയുമായിരുന്നു, നമ്മൾക്ക് എത്ര ഓപ്ഷൻ കൊടുക്കാമെന്ന് നമുക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പറയുന്നുണ്ടെങ്കിലും നമ്മൾക്ക് പോകാൻ ആഗ്രഹമുള്ള സ്കൂളും നമുക്ക് പോകാൻ ആഗ്രഹമുള്ള കോഴ്സും മാത്രമേ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം ഞാൻ തന്നെ +1 അലോട്ട്മെൻറ്റ് കൊടുക്കുമ്പോൾ ഞാൻ ആകെ കൊടുത്തത് 8 സ്കൂളുകളാണ്. എൻ്റെ കൂടെയുള്ളവന്മാർ കൊടുത്തത് 40-45 കൊടുത്തവന്മാരുണ്ട്. HSCയിൽ 20, VHSCയിൽ 20-25, ടോട്ടൽ 40-45 കൊടുത്തവന്മാരുണ്ട്. തള്ളുന്നല്ല, കാര്യമായിട്ട് തന്നെ പറഞ്ഞതാണ്. 40 HSCയിൽ 20, VHSCയിൽ 20-25 എണ്ണം, 10-45 എണ്ണം കൊടുത്തവരുണ്ട്. ഞാൻ ആകെ കൊടുത്തത് HSCയിലാണ് കൊടുത്തത്, VHSCയിൽ കൊടുത്തിട്ടേ ഇല്ല. ആ കൊടുത്തെടുത്താണെങ്കിൽ ആദ്യം കൊടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 5 എണ്ണമായിരുന്നു. പിന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നപ്പോൾ ഒരു ധൈര്യത്തിന് വേണ്ടി 3 എണ്ണം കൂടി ആഡ് ചെയ്തു. 8 എണ്ണം, മാക്സിമം 8 എണ്ണം ഞാൻ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആഗ്രഹമുള്ള സ്കൂളും നമുക്ക് ആഗ്രഹമുള്ള കോഴ്സും മാത്രമേ ഉള്ളൂ. എത്ര എണ്ണം കൊടുക്കാൻ പറ്റുമെന്ന് കരുതി നമ്മൾ വലിച്ചു വാരി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ വന്നത്. പല വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെടാത്ത സ്കൂൾ, ഇഷ്ടപ്പെടാത്ത കോഴ്സും ഉണ്ടാക്കാം. എല്ലാ സ്കൂളുകളിലും ജൂലൈ മാസം 18-ന് ക്ലാസ്സുകൾ ആരംഭിച്ചു. ക്ലാസ്സുകൾ ആരംഭിച്ചിട്ട് ഇന്ന് എത്രയാണ്, 10-12 ദിവസമാകുകയാണ്. അപ്പോൾ തൃപ്തിയില്ലാത്ത ക്ലാസ്സുകൾ ഇപ്പോൾ ഇരിക്കുന്നവരുണ്ടാക്കാം. അപ്പോൾ എന്താണെങ്കിലും ആദ്യമേ നമ്മൾ ചെയ്തില്ല. അപ്പോൾ നമ്മൾക്ക് ഈ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റും അതുപോലെ തന്നെ 10-20 ഓപ്ഷൻസ് ഒക്കെ നമുക്ക് കൊടുക്കാം. എന്ന് വെച്ച് അങ്ങനെ ചെയ്യരുത്. കാരണം എന്ന് പറയുന്നത്, ഈ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്ന ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു സ്കൂളും പുതിയൊരു കോഴ്സും കിട്ടിയാൽ നിർബന്ധമായും അങ്ങോട്ട് മാറേണ്ടി വരും. ഇപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ നിങ്ങൾ കൊടുക്കുന്ന സ്കൂളുകളിലും കോഴ്സുകളിലും ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് പ്രവേശനം അനുവദിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പ്രവേശനം അനുവദിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് പോകേണ്ടി വരും. അതാണ് ഞാൻ പറഞ്ഞത്, 20 എണ്ണം കൊടുക്കാമെന്ന് വെച്ച് 20 എണ്ണവും കൊടുക്കരുത്. കാരണം കിട്ടിക്കഴിഞ്ഞാൽ കെട്ടും പാട്ടും മുറുക്കി അങ്ങോട്ട് പോകേണ്ടി വരും. കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? കെട്ടും പാട്ടും മുറുക്കി പോകേണ്ടി വരും. എഴുതാ ആദ്യം എവിടെയെങ്കിലും ഒന്ന് കിട്ടട്ടെ, ആദ്യം ഇപ്പോൾ ഉള്ളിടത്തുനിന്ന് രക്ഷപ്പെടാമെന്ന് കരുതി എവിടെയെങ്കിലും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ, അഥവാ നിങ്ങളുടെ തലനാരിഴയ്ക്കത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഉള്ളിടത്ത് നിന്ന് രക്ഷപ്പെടാം. എനിക്ക് എവിടെ കിട്ടിയാലും കുഴപ്പമില്ല, ഇപ്പോൾ ഉള്ളിടത്ത് നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതി നിങ്ങൾ വലിച്ചു വാരി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ കിട്ടിയാൽ നിങ്ങൾ കൊടുക്കുന്ന ഓപ്ഷനുകളിൽ നിന്നും നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കെട്ടും പാട്ടും മുറുക്കി പോകേണ്ടി വരും. കാരണം എന്താണ്, ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ കിട്ടുന്നത് പെർമനൻ്റ് ആണ്. നിങ്ങൾക്ക് പിന്നീടൊരു മടങ്ങി വരവില്ല. അതുകൊണ്ടാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ നിങ്ങൾ പോകും എന്ന് ഷുവറുള്ള സ്കൂളുകളും കോഴ്സുകളും പരമാവധി 5 എണ്ണമൊക്കെ കൊടുത്താൽ മതി.
എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ പരമാവധി ഒരു 5 എണ്ണം. അതിലപ്പുറമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾക്ക് പോകാൻ പറ്റുമെന്ന് ഉറപ്പുള്ള 5 സ്കൂളുകളും പോകാൻ പറ്റുമെന്ന് ഉറപ്പുള്ള 5 കോഴ്സുകളും അത്രമാത്രം മതി. കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ, കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ. അങ്ങനെ കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മളത് പിന്നെയും നമ്മൾ തലയിലേക്ക് പാര വലിച്ചിടുന്നതിന് തുല്യമാകും. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ അപ്ഡേറ്റുകൾ വരും ദിവസങ്ങളിൽ അറിയിക്കാം. അപ്പോൾ പുതിയ കാണുന്നതിന് ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ. താങ്ക് ഫോർ വാച്ചിങ്.